ഇന്നലെ കോട്ടയം ചിങ്ങവനത്ത് വെച്ചിട്ട് സിദ്ധാർത്ഥ് പ്രഭു എന്ന് പറയുന്ന ഉപ്പും മുളകും സീരിയൽ താരത്തെ മദ്യപിച്ച് വണ്ടി ഓടിച്ചുകൊണ്ട് ഒരു സാധാരണക്കാരനായിട്ടുള്ള ലോട്ടറി വിൽപ്പന നടത്തുന്ന ഒരു വ്യക്തിയെ ഇടിച്ചിട്ടു എന്നുള്ള കേസിൽ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങളിപ്പോൾ പല പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും കണ്ടു കാണും. ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഭയങ്കരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കോൺട്രവേഴ്സി ആയിക്കൊണ്ടിരിക്കുന്ന വീഡിയോസാണിത്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇതിനെ ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഒരുപാട് മെസ്സേജുകളാണ് നമുക്ക് വരുന്നത്. സിദ്ധാർത്ഥിൻ്റെ ഈ പറയുന്ന കസ്റ്റഡിയിൽ എടുത്തതിന് ശേഷം മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു, അറസ്റ്റ് ചെയ്തോ റിമാൻഡ് ചെയ്തോ എന്നുള്ള രീതിയിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും അതിനെ ബന്ധപ്പെട്ടുകൊണ്ടൊരു അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് നോക്കണ്ട, നമ്മൾ വീട് പണി സ്ഥലത്താണ് ഇപ്പോൾ ഇരിക്കുന്നത്. അവിടുത്തെ തൊട്ടടുത്ത് കെട്ടിയിരിക്കുന്ന ഷെഡിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു കേസിനെ ബന്ധപ്പെട്ടുകൊണ്ട് പറയാനായിട്ടാണെങ്കിൽ ഈ ഒരു നമ്മളിപ്പോൾ പറയുന്ന സമയത്ത് ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് കിട്ടാനായിട്ട് ഇപ്പോൾ ചെറുപ്പകാലം തൊട്ട് തന്നെ യാതൊരു ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ടും ഇല്ലാത്തൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് കിട്ടാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഇപ്പോൾ സിനിമ ഫീൽഡാണെങ്കിലോ സ്പോർട്സ് ഫീൽഡാണെങ്കിലോ എന്തെങ്കിലും ആവട്ടെ, അപ്പോൾ ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ ഭയങ്കരമായിട്ട് ചെറുപ്പം മുതലേ കഷ്ടപ്പെട്ട് ഒരു വേഷം ചെയ്ത് പിന്നീട് അതിലും കൊള്ളാവുന്നൊരു വേഷം ചെയ്ത് സിനിമയിൽ കയറി സീരിയലിൽ കയറി സ്റ്റേജ് പ്രോഗ്രാമുകൾ ചെയ്ത് അത്തരത്തിൽ പയ്യെ ഒക്കെ ആയിരിക്കും ഒരാൾക്കൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് കിട്ടുന്നത്. അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് കിട്ടുന്ന ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഇനി പോവാതെ സൂക്ഷിക്കുക എന്ന് പറയുന്നത് ഇത് നേടിയെടുക്കുന്നതിനേക്കാളും കുറച്ചുകൂടി പാടാണ്. ഈ പറയുന്ന കിട്ടി വരുന്ന ആ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് പോവാതെ മാന്യമായിട്ട് സൂക്ഷിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ പോകാനായിട്ട് വളരെ ചെറിയൊരു സമയം മാത്രം മതി. അതിൻ്റെ ഒരു വലിയ എക്സാമ്പിളാണ് ഇന്നലെ കോട്ടയം ജിങ്ങവനത്ത് വെച്ചിട്ട് ഈ പറയുന്ന ഉപ്പും മുളകും സീരിയൽ താരമായിട്ടുള്ള സിദ്ധാർത്ഥ് പ്രഭുവിന് പറ്റിയത്. ഈ പറയുന്ന സിദ്ധാർത്ഥ് എന്ന് പറയുന്ന വ്യക്തി നമുക്ക് അത്യാവശ്യം ഉപ്പും മുളകും എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമിന് ഒരു ഹ്യൂജ് ഫാൻ ബേസ് ഉണ്ട്. അതിലുപരി ആ ഒരു പരിപാടിയിൽ അഭിനയിക്കുന്ന ഓരോരോ ആക്ടേഴ്സിനും വ്യക്തമായിട്ട് സെപ്പറേറ്റ് ഫാൻ ബേസ് ഉള്ള ഒരു പ്രോഗ്രാമാണ് ഈ പറയുന്ന ഉപ്പും മുളകും. വർഷങ്ങളായിട്ട് ഇതിനകത്ത് അഭിനയിച്ചു വരുന്ന ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു പ്രോഗ്രാമിൽ വന്ന് അതിനു മുമ്പ് തട്ടിയും മുട്ടിയും പ്രോഗ്രാമിലുണ്ടായിരുന്നു. സിനിമയിലും സീരിയലിലൊക്കെ വ്യക്തമായിട്ട് പല ചെറിയ വേഷങ്ങളൊക്കെ അഭിനയിച്ചിട്ടാണ് ഇപ്പോൾ ഈ ഒരു സ്ഥിതിയിലേക്ക് സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി വന്നത്. ഈ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസും ആളുകൾ കൊടുക്കുന്ന ആ ഒരു സ്നേഹമൊക്കെ എത്ര പെട്ടെന്നാണ് ഇപ്പോൾ ഇല്ലാതായത്. ആ ഒരു റോട്ടിൽ വെച്ചിട്ട് മദ്യപിച്ച ഒരു സാധാരണക്കാരനെ ഇടിച്ചിട്ട സമയത്ത് ഭയങ്കരമായിട്ട് ഈ ഒരു വ്യക്തിയെ എതിർക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയെ ഇഷ്ടപ്പെട്ടിരുന്ന എല്ലാവരും ഇപ്പോൾ ഭയങ്കരമായിട്ട് എതിർക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു വിഷയത്തിൽ ഒട്ടും ഒഴിച്ചുകൂടാൻ പറ്റാത്ത മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ പറയുന്ന സിദ്ധാർത്ഥ് പ്രഭു വെള്ളമടിച്ച് കോൺ തെറ്റി വണ്ടി ഓടിച്ച് ഒരാളെ ഇടിച്ചിട്ടു. അത് ഉള്ള കാര്യം തന്നെയാണ്. അതിന് നമുക്ക് ഒരിക്കലും ന്യായീകരിക്കാനായിട്ട് സാധിക്കില്ല. അതിന് വേണ്ട ശിക്ഷ ഈ പറയുന്ന സിദ്ധാർത്ഥിന് കിട്ടേണ്ടത് തന്നെയാണ്. അതിൻ്റെ ഒരു ശിക്ഷയുടെ ഭാഗമായിട്ട് ഈ പറയുന്ന സിദ്ധാർത്ഥ് പ്രഭുവിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് അതിന് കൊടുത്തിരിക്കുന്ന ശിക്ഷ. കാരണം ഈ പറയുന്ന ലോട്ടറി വിൽപ്പനക്കാരനായിട്ടുള്ള ആ ഒരു സാധാരണക്കാരന് വലിയ രീതിയിലുള്ള അപകടങ്ങളും കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇഞ്ചുറീസ് ഒന്നും അത്ര വലിയ രീതിയിലുള്ളതൊന്നുമല്ല. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരന് അതിനകത്ത് വലിയ രീതിയിലുള്ള കംപ്ലയിൻസും ഇല്ല. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന നമ്മുടെ റൂൾസ് പ്രകാരം സിദ്ധാർത്ഥ് പ്രഭുവിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കാര്യത്തെ ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ കോട്ടയം ചിങ്ങവനത്ത് ഇങ്ങനെ ഒരു കേസിൽ സിദ്ധാർത്ഥ് പ്രഭുവിനെ പിടിച്ച നാട്ടുകാർ അവിടെ കാണിച്ചു കൂട്ടിയ ചില കാര്യങ്ങളുണ്ട്. അത് ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്തതാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലൊരു കാര്യം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു വണ്ടി ഇടിച്ചതിൻ്റെ പേരിൽ ഈ ഒരു വ്യക്തി അവിടെ ഈ പറയുന്ന മദ്യപിച്ചാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ കോൺടാക്ട് ചെയ്ത് ഇയാളെ കസ്റ്റഡിയിൽ എടുക്കാനായിട്ടുള്ള കാര്യങ്ങൾ വേണം ഈ പറയുന്ന നാട്ടുകാർ ചെയ്യാൻ. അല്ലാതെ ഈ പറയുന്ന വ്യക്തിയെ ഉപദ്രവിക്കാനോ ആക്രമിക്കാനോ അവിടെയുള്ള ആർക്കും യാതൊരു അവകാശവുമില്ല. ഇന്നലെ അവിടുത്തെ നാട്ടുകാർ ഈ ഒരു സിദ്ധാർത്ഥിനെ കാണിച്ചു കൂട്ടിയത് ഭയങ്കര മോശമായിട്ടാണ്. ആ ഒരു വ്യക്തിയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് കൊല്ലാൻ ശ്രമിക്കുന്നു. ഒരു റോപ്പ് എടുത്തിട്ട് വന്ന് കഴുത്തിന് ചുറ്റിയിട്ട് അതേ റോപ്പ് വലിച്ച് കാലുമ്മേ കൂടി കെട്ടി വയറ്റത്തേ കൂടി കെട്ടി റോട്ടിൽ വസ്ത്രങ്ങൾ പോലും ഇല്ലാത്ത രീതിയിൽ റോട്ടിൽ വലിച്ചഴച്ചാണ് ഇട്ടത്. അതൊന്നും ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്നൊരു കാര്യമൊന്നുമല്ല. ഇപ്പോൾ സിദ്ധാർത്ഥ് പ്രഭുവിനെതിരെ ഈ ഒരു വണ്ടി ഓടിച്ചതിന് അല്ലെങ്കിൽ ഈ ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയെ ഇടിച്ചിട്ടതിൻ്റെ പേരിൽ കേസ് എടുക്കുമ്പോൾ ഈ ഒരു സിദ്ധാർത്ഥിനെ ആക്രമിച്ച വ്യക്തിക്കെതിരെയും കേസ് എടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം
ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലാണ് അവിടെയുള്ള ആ ഒരു നാട്ടുകാർ ഈ പറയുന്ന വ്യക്തിയോട് ഇടപെട്ടത്. അത് എന്തുകൊണ്ടാണെന്നാണ് മനസ്സിലാവാത്തത്. ഇയാളൊരു സെലിബ്രിറ്റി ആകുമ്പോൾ ഈ പറയുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ഒരു കോണ്ടന്റ് ആയിട്ട് ഇങ്ങനെ കിടന്ന് ഓടും. അപ്പോൾ വലിയ ആൾക്കാരാവും എന്നുള്ള രീതിയിൽ ആ ഒരു മെൻറ്റാലിറ്റിയോട് കൂടിയാണ് ഇത് ചെയ്തു വെച്ചതെങ്കിൽ കൃത്യമായിട്ട് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. സിദ്ധാർത്ഥ് പ്രഭുവിനെതിരെ കേസെടുത്ത അതേ പോലീസുകാർ ഈ ഒരു വ്യക്തിക്കെതിരെയും കേസെടുക്കണം. കാരണം ഈ പറയുന്ന സിദ്ധാർത്ഥ് എന്ന് പറയുന്ന വ്യക്തിയുടെ വീട്ടിൽ അയാൾക്കൊരു ഫാമിലി ഉണ്ട്. ചിലപ്പോൾ ഭാര്യ ഉണ്ടാവും, കുട്ടികളുണ്ടാവും, അമ്മയുണ്ടാവും, അച്ഛനുണ്ടാവും, സഹോദരങ്ങളുണ്ടാവും. ഇവരൊക്കെ ഈ ഒരു വീഡിയോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കാണുന്ന സമയത്ത് അവരുടെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. സ്വന്തം മകനെ അല്ലെങ്കിൽ സ്വന്തം ഭർത്താവിനെ, സ്വന്തം അനിയനെ ഇവർ ഇത്തരത്തിൽ നാട്ടുകാർ ഇത്രയും പേര് ചേർന്ന് കെട്ടിയിട്ട് കഴുത്തിനകത്തൊക്കെ കയറക്കിയിട്ട് മുറുക്കി വസ്ത്രങ്ങൾ പോലും ഇല്ലാത്ത രീതിയിൽ റോട്ടിലിട്ട് ചവിട്ടി കൂട്ടുന്നത് കാണുമ്പോൾ അവരുടെ പാരൻസിനൊക്കെ എത്രമാത്രം അതൊരു സങ്കടമാവും. ഇതൊന്നും വിചാരിക്കാതെയാണ് തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് നിയമപരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു കാര്യത്തെ നാട്ടുകാരെല്ലാവരും കൂടി അനാവശ്യമായിട്ട് വഷളാക്കി അവിടെ ഇട്ട് ആ ഒരു പയ്യനെ ചവിട്ടി കൂട്ടി ആ ഒരു വീഡിയോ ഒക്കെ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാക്കി അയാളുടെ ആ ഒരു കരിയർ തന്നെ ഇപ്പോൾ ഇല്ലാതാക്കിയിട്ടുണ്ട്. അയാൾ ചെയ്തത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്നൊരു കാര്യമൊന്നുമല്ല. ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ് വെള്ളമടിച്ച് ഇത്രയും ഇതൊക്കെ ആക്കേണ്ടത്. ഇപ്പോൾ വെള്ളം അടിക്കുന്നതിന് തെറ്റു പറയാൻ പറ്റില്ല. കാരണം ഈ ഒരു സാധനം വിൽക്കുന്നത് സർക്കാരാണ്. സർക്കാരിന് സാമ്പത്തികമായിട്ട് മുന്നോക്കം നിൽക്കാനായിട്ട് ഈ പറയുന്ന മദ്യം എന്ന് പറഞ്ഞ സാധനം ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ വെള്ളം അടിക്കുന്നവർ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അതൊക്കെ ഓരോരുത്തരോ പേഴ്സണൽ ഇഷ്ടമാണ്. വേണ്ടാത്തവർ കുടിക്കേണ്ട, വേണ്ടവരത് വാങ്ങി കുടിക്കും. പക്ഷേ ഇതിനൊക്കെ കൃത്യമായിട്ട് ചെയ്യേണ്ട സ്ഥലങ്ങളുണ്ട്. ഒന്നില്ലെങ്കിൽ ഈ ഒരു കുപ്പി വാങ്ങി വീട്ടിൽ കൊണ്ടുപോയി ചടിക്കണം. അല്ലെങ്കിൽ കൂട്ടുകാരന്മാരുടെ ഒപ്പം ആണെങ്കിൽ എവിടെയെങ്കിലും ഒരു റൂം എടുത്തോ, ഒരു റിസോർട്ട് എടുത്തോ, കാശില്ലാത്തതുകൊണ്ടൊന്നും അല്ലല്ലോ, റിസോർട്ട് എടുത്തോ അവിടെ എങ്ങനെയും വെച്ച് അവിടെ എവിടെയെങ്കിലുമൊക്കെ വെച്ച് വെള്ളം അടിക്കണം. ഈ വെള്ളം അടിച്ചുകൊണ്ട് റോട്ടിലിറങ്ങി നാട്ടുകാർ ഉപദ്രവിക്കാൻ നിൽക്കുന്നത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷേ ഈ നാട്ടുകാർ ചെയ്തതും ഒട്ടും ശരിയായിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. അപ്പോൾ സിദ്ധാർത്ഥിന് എതിരെ കേസെടുത്തവർ ഈ പറയുന്ന സിദ്ധാർത്ഥിനെ ഉപദ്രവിച്ച നാട്ടുകാർക്കെതിരെയും കേസെടുക്കണം. അതിനകത്ത് പ്രത്യേകിച്ചൊരു 3-4 പേരുണ്ട്. അവരാണ് സിദ്ധാർത്ഥിനെ റോട്ടിലിട്ട് ചവിട്ടി കൂട്ടിയതും കഴുത്തിന് പിടിച്ച് മറ്റേ റോപ്പിട്ട് കുരുക്കിയതും. കഴുത്തിനിട്ട് കുരുക്കിയ റോപ്പ് വലിച്ചെടുത്ത് കാലുമേ കൂടി കെട്ടി വയറ്റത്തേ കൂടി കെട്ടി ഡ്രസ്സൊക്കെ വലിച്ചു വരാൻ ശ്രമിച്ചവർ. അപ്പോൾ ഈ റോട്ടിൽ ഈ കാണിച്ചു കൂട്ടിയവർക്കെതിരെ എന്തുകൊണ്ടാണ് പോലീസ് കേസെടുക്കാതിരുന്നതെന്നാണ് മനസ്സിലാവാത്തത്. എന്തൊക്കെയാണെങ്കിലും ഇന്നലെ ഭയങ്കരമായിട്ടുള്ള ഈ പറയുന്ന വീഡിയോസൊക്കെ കണ്ട സമയത്ത് ഒരുപാട് സങ്കടമായി. കാരണം ഈ പറയുന്ന വ്യക്തി ചെയ്ത കാര്യം വളരെ മോശമാണെന്നുണ്ടെങ്കിൽ തന്നെ അദ്ദേഹത്തിനെതിരെ മറ്റുള്ളവർ ചെയ്തതും വളരെ മോശമാണ്. ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്തതും ഒട്ടും ന്യായീകരിക്കാൻ പറ്റാത്തതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നലെ സിദ്ധാർത്ഥ് പ്രഭുവിനും ഇവർക്കെതിരെ ഈ ഒരു നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് നേരിടേണ്ടി വന്നത്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു കേസിൻ്റെ ഭാഗമായിട്ട് ഇതിനകത്ത് എന്താണ് ഇതിൻ്റെ ഫെർദർ കസ്റ്റഡിയിൽ എടുത്തതിന് ശേഷം അതിൻ്റെ ഫെർദർ അപ്ഡേറ്റ്സ് ചോദിച്ചവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണിത്. ഈ ഒരു സിദ്ധാർത്ഥ് പ്രഭു എന്ന് പറഞ്ഞ വ്യക്തിയെ ഇപ്പോൾ റിമാൻഡ് ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ഈ ഒരു കേസിൻ്റെ ഭാഗമായിട്ട് സിദ്ധാർത്ഥിന് കൊടുക്കുന്ന പണിഷ്മെൻ്റ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന ലോട്ടറി വിൽക്കുന്ന ആ ഒരു സാധാരണക്കാരനായിട്ടുള്ള വ്യക്തിക്ക് യാതൊരു പ്രശ്നങ്ങളുമില്ല. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് ഇപ്പോൾ പുള്ളി ഡിസ്ചാർജായി പുറത്തേക്ക് വരും. കാരണം വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഇഞ്ചുറികളോ ഈ ഒരു വ്യക്തിക്കും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന മദ്യപിച്ച് വണ്ടി ഓടിച്ചുകൊണ്ട് ഒരു സാധാരണക്കാരനായ ലോട്ടറി വിൽക്കുന്ന ആളെ ഇടിച്ചിട്ടു എന്നുള്ള രീതിയിൽ അതിൻ്റെ രീതിയിലുള്ളൊരു പണിഷ്മെൻറ്റും ഈ പറയുന്ന ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്തതുമാണ് സിദ്ധാർത്ഥ് പ്രഭുവിനെതിരെ ഇപ്പോൾ പോലീസ് നിയമപരമായിട്ടെടുത്ത കാര്യങ്ങൾ. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു വീഡിയോ ഇപ്പം നിങ്ങൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ എല്ലാവരും കണ്ടു കാണും. ഈ ഒരു വീഡിയോ കണ്ടവരെല്ലാവരും നമുക്കിത് സെൻഡ് ചെയ്ത് തരുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും ഭയങ്കരമായിട്ട് സങ്കടം തോന്നി. ഈ ഒരു വ്യക്തി ഇത്തരത്തിൽ ചെയ്തതിനും ഈ ഒരു വ്യക്തിയോട് നാട്ടുകാർ കാണിച്ച ആ ഒരു എന്താ പറയുക അതിനെപ്പറ്റി ഭയങ്കരമായിട്ട് ഒരു പൈശാചികമായ ഒരു കൃത്യം എന്ന് പറയേണ്ടി വരും. ഒരാളെ കിട്ടിയാൽ ഇപ്പോൾ ഇത്തരത്തിലൊരു ഒരാൾ വണ്ടി ഇടിച്ചു, അയാൾ മദ്യപിച്ചിട്ടുണ്ട്, മദ്യപിക്കുമ്പോൾ വായെന്ന് എന്തൊക്കെ വരുമെന്ന് നമുക്ക് ഊഹിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ചിലപ്പോൾ ഭയങ്കരമായിട്ട് ചീത്ത പറയും, തെറി പറയും. അതിനൊക്കെ ഒരാളെ കൊല്ലാൻ ശ്രമിക്കുകയാണോ ചെയ്യേണ്ടത്? ഈ മദ്യപിച്ച് നിൽക്കുന്ന ഈ ഒരു വ്യക്തിയുടെ കഴുത്തിൽ റോപ്പിട്ട് കുരുക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പം ഇയാൾ ചത്തുപോയി കഴിഞ്ഞാൽ എന്ത് പറയും ഈ നാട്ടുകാർ? അതൊന്നും ഒട്ടും അംഗീകരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് മുന്നിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് അവിടെ ഈ കാര്യം റിപ്പോർട്ട് ചെയ്ത് നിയമപരമായിട്ട് ചെയ്യാനായിട്ടാണ് നമ്മൾ ഇതിനെപ്പറ്റി നോക്കേണ്ടത്. അല്ലാതെ ഇത്തരത്തിൽ ഒരാളെ ഭയങ്കരമായിട്ട് ഉപദ്രവിച്ച് മാനം കെടുത്തി അതൊക്കെ വീഡിയോസാക്കി എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ടിട്ട് വൈറലാക്കി ഇതിലൂടെയൊക്കെ ഒരു എന്ത് സുഖമാണ് ഇവർക്കൊക്കെ കിട്ടുന്നതെന്നാണ് മനസ്സിലാവാത്തത്. ഇതൊക്കെയാണെങ്കിലും ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്